സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാഗതം. യു ആൻഡ് മീ ലേണിങ്ങിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് പൂർത്തിയായിരിക്കുന്നു. 2ാമത്തെ യൂണിറ്റായ ലെറ്റർ ടു ഗോഡിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ലെറ്റർ ടു ഗോഡ്? ദൈവത്തിനൊരു കത്ത്. ഡിയർ സ്റ്റുഡൻസ്, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ഹിയർ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. അവിടെ നിങ്ങളെപ്പോലെ ഒരു കൊച്ചു പെൺകുട്ടി, ഒരു കുട്ടി പാവാടയൊക്കെ ഇട്ടൊരു കൊച്ചു പെൺകുട്ടീനെ കാണാമല്ലേ? ആ കുട്ടി കൈ ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഹായ് പറയും പോലെയോ എന്തോ സംസാരിക്കും പോലെയാണ് അവൾ നിൽക്കുന്നത്. അവൾ എവിടേക്ക് നോക്കിയാണ് നിൽക്കുന്നത്? ആകാശത്തേക്ക്. ആകാശത്ത് നിറയെ വെള്ളമേഘങ്ങളാണ് അല്ലേ? ഈ വെള്ളമേഘങ്ങൾക്ക് എന്തെങ്കിലും രൂപസാദൃശ്യം, എന്തെങ്കിലിനോട് രൂപസാദൃശ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ചെറിയ ആടിനെ പോലെ, ചെമ്മരിയാടിനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. ക്രിസ്റ്റീന റോസറ്റി എഴുതിയ ഈ പോയം. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ, വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് അവേ സ്ലോ, വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ? പ്രിയ കൂട്ടുകാരെ, ആകാശത്ത് കാണുന്ന വെള്ളമേഘങ്ങളെ ചെമ്മരിയാടിനോട് ഉപമിച്ചുകൊണ്ട് കുട്ടി ചോദിക്കുകയാണ്, വെള്ള ചെമ്മരിയാടുകളെ, വൈറ്റ് ഷീപ്പ് വെളുത്ത ചെമ്മരിയാടുകളെ, ഓൺ എ ബ്ലൂ ഹിൽ, നീല നിറത്തിലുള്ള ഈ കുന്നിലെ വെള്ള ചെമ്മരിയാടുകളെ. ഏതാണ് നീല നിറത്തിലുള്ള കുന്ന്? ആകാശം അല്ലേ? വെൻ ദ വിൻഡ് സ്റ്റോപ്സ്, കാറ്റ് നിൽക്കുമ്പോൾ, യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങൾ പെട്ടെന്ന് സ്റ്റില്ലായി നിൽക്കും. വെൻ ദ വിൻഡ് ബ്ലോസ്, കാറ്റ് വീശുമ്പോൾ, വീശുക, യു വാക്ക് അവേ സ്ലോ, നിങ്ങൾ പതുക്കെ നടന്നു തുടങ്ങും. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ? വെള്ളച്ചെമ്മരിയാടുകളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കുട്ടി ചോദിക്കുകയാണ്. ക്രിസ്റ്റീന റോസറ്റിയുടെ കവിതയിലെ കുട്ടി ചോദിക്കുകയാണ് മേഘങ്ങളോട്. മേഘങ്ങളെ ചെമ്മരിയാടുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. Who is the poet talking to? കവി ആരോടാണ് സംസാരിക്കുന്നത്? ക്ലൗഡ്സിനോട് അല്ലേ? The poet is talking to clouds. Who does the poet address as white sheep? വൈറ്റ് ഷീപ്പ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? പോയിറ്റ് വൈറ്റ് ഷീപ്പ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? The poet addresses clouds as white sheep. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രകൃതിയിലെ എന്തെങ്കിലിനോടും, സസ്യജാലങ്ങളാകട്ടെ മൃഗങ്ങളാകട്ടെ, നിങ്ങൾക്ക് അവരോട് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? പ്രകൃതിയെ മനുഷ്യനെ പോലെ, സ്വന്തം കൂട്ടുകാരെ പോലെ കാണുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? നമ്മളിൽ പലർക്കും അതുണ്ട് അല്ലേ? അപ്പോൾ പ്രകൃതിയെ നമ്മളിലോ ഒരാളെ പോലെ കാണുക, അത് നമ്മുടെ ചിലർക്കുള്ള ഒരു സ്വഭാവമാണ്. അപ്പം നമുക്കിവിടെ നോക്കാം. നമ്മൾ ഒരു കഥ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാണ്. കണ്ട, ദ പ്ലഷർ ഓഫ് റെയിൻ. ഡു യു ടോക്ക് ടു ദ റെയിൻ, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ്? മഴയോടും പൂക്കളോടും പക്ഷികളോടും മേഘങ്ങളോടും ഒക്കെ സംസാരിക്കുന്ന പരിപാടി ഉണ്ടോ? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹു ടോക്ക് ടു ദ റെയിൻ. മഴയോട് സംസാരിച്ച ഒരു വ്യക്തിയുടെ കഥ നമുക്കിവിടെ കേൾക്കാം. The house, the only one in the whole valley, sat on the crest of a low hill. അവിടുത്തെ കുന്നിൻ്റെ താഴ്വരയിലെ താഴ്വാരമാണ് വാലി, താഴ്വര. താഴ്വരയിൽ ഒരു വീട് കാണാം. ഒരു വീടേ ഉള്ളൂ കേട്ടോ. From this height one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. നല്ലൊരു വിളവെടുപ്പിന് വിളഞ്ഞ് പാകമായി നിൽക്കുന്ന വയലും ഒരു പുഴയും അവിടെ നിന്നാൽ കാണാം. The only thing the earth needed was a downpour or at least a shower. ഇനി ഒരൊറ്റ മഴ മാത്രമേ ഭൂമിക്ക് ആവശ്യമുള്ളൂ, അതിനുശേഷം വിളവെടുക്കാം. Throughout the morning, Lenjo had done nothing else but look at the sky towards the northeast. വടക്ക് കിഴക്ക് നോക്കി ഇങ്ങനെ നമ്മുടെ ഹീറോ, ദ മെയിൻ ക്യാരക്ടർ ലെഞ്ചോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാവിലെ മുഴുവൻ ഇതിങ്ങനെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നോക്കി നിൽക്കുകയാണ്. ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് ലെഞ്ചോ നോക്കുന്നത്. Now we are really going to get some rain, woman, he said. അത് ലെഞ്ചോ പറയാണ്, അവസാനം നമുക്കൊരു മഴ വരാൻ പോകുന്നുണ്ട്, മഴ കിട്ടാൻ പോകുന്നുണ്ട് എന്ന് തൻ്റെ ഭാര്യയോട് വിളിച്ചു പറയാണ് ലെഞ്ചോ. The woman who was preparing supper replied, "Yes,
ഗോഡ് വില്ലിങ്. അപ്പോൾ ഭക്ഷണം പാകമാക്കിക്കൊണ്ടിരിക്കുന്ന പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്താണ് വൈഫ് പറഞ്ഞു, ഓ യെസ് ഗോഡ് വില്ലിങ്, ദൈവാനുഗ്രഹം പോലെ നടക്കട്ടെ അല്ലേ. ഡ്യൂറിങ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. വലിയ വലിയ പർവ്വതങ്ങൾ പോലുള്ള മേഘങ്ങൾ അപ്രോച്ച് ചെയ്ത് വന്നു തുടങ്ങി. ദി എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എന്താണ്, ഒരു കാറ്റ് വീശിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കും, നല്ല ഫ്രഷ് എയർ ആയിരിക്കും വീശുക അല്ലേ. ലെഞ്ചോ വെൻറ്റ് ഔട്ട് ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ലെഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ലെഞ്ചോ വേഗം പുറത്തേക്ക് ഇറങ്ങി മഴയെ ആസ്വദിക്കാനായിട്ട്. ചിലവർക്ക് മഴ നനയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. അയ്യോ, മഴത്തുള്ളികളല്ല, വലിയ പൈസ പോലെയുള്ള വലുപ്പത്തിലുള്ള, നമ്മുടെ 1 രൂപ 2 രൂപ വലുപ്പത്തിലൊക്കെയുള്ള അത്രയും വലിയ വെള്ളത്തുള്ളികളാണ് വീഴുന്നത്. ദ ബിഗ് ഡ്രോപ്സ് ആർ 10s ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5s. വലിയ മഴത്തുള്ളികൾ 10 ആണെങ്കിൽ കുഞ്ഞു മഴത്തുള്ളികൾ 5, കുഞ്ഞു മഴത്തുള്ളികൾ 5 ആണെങ്കിൽ വലിയ മഴത്തുള്ളികൾ 10 എന്നുള്ള രീതിയിൽ വലിയ വലിയ മഴത്തുള്ളികളാണ് ആകാശത്ത് നിന്ന് പതിച്ചത്. നെക്സ്റ്റ് എ നൈറ്റ് ഓഫ് സോറോ. ദുഃഖം നിറഞ്ഞ രാത്രി കേട്ടോ. ദുഃഖത്തിൻ്റെ രാത്രി നോക്കാം. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. മഴമേഘം കൊണ്ടല്ല, മഴ കൊണ്ട് തൻ്റെ വയൽ, അപ്പോൾ ലെഞ്ചോയുടെ വയൽ മൊത്തം മൂടപ്പെട്ടു. ബട്ട് സഡൻലി സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പെട്ടെന്ന് തന്നെ ഒരു വലിയ കാറ്റ്, ഒരു ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. വളരെ വലിയ ആലിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങി. ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴങ്ങൾ. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നോ. യു, ഇതാകെ പ്രശ്നമാക്കൂലോ എന്ന് എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. ലെഞ്ചോ അത്ഭുതത്തോടെ പറഞ്ഞു, ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്കലി. ദൈവമേ, ഇത്രയും വേഗം ഇത് കടന്നു പോയാൽ, ഇത് പോയി കഴിഞ്ഞാൽ മതിയായിരുന്നു, മഴ നിന്നാൽ മതിയായിരുന്നു, ഈ ആലിപ്പഴം വീഴ്ച നിന്നാൽ മതിയായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്കലി. എന്നാൽ പെട്ടെന്ന് അത് നിന്നില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺ ഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. മണിക്കൂറുകളോളം വീടിൻ്റെ മുകളിലും പൂന്തോട്ടത്തിലും കുന്നിൻ മുകളിലും കോൺഫീൽഡിലും നമ്മുടെ വയലിലും ഫുൾ താഴ്വരയിലും ഇത് പെയ്തു. ദ ഫീൽഡ് വാസ് വൈറ്റ്. ലെഞ്ചോയുടെ വയൽ മൊത്തം വെള്ള നിറത്തിലായി. ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. ഉപ്പ് വിതറിയ പോലെ വെള്ള നിറത്തിലായിരിക്കുന്നു. നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങളിൽ ഒരു ഇല പോലും കാണാനില്ലാത്ത വിധം മഞ്ഞുകട്ടകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. കഷ്ടം തന്നെയല്ലേ കൂട്ടുകാരെ. ഇനിയൊരു കൊച്ചു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളഞ്ഞു പാകമായ ആ വയലിലെ വിളവ് കൊയ്തെടുക്കാൻ. കഷ്ടം. അവസാനം എന്താണ് സംഭവിച്ചത്? ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ഫുള്ള് നശിച്ചുപോയി. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ചെടികളിൽ നിന്നും പൂക്കളൊന്നും കാണാനില്ലാണ്ടായി, എല്ലാം അപ്രത്യക്ഷമായി. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെഞ്ചോയുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു. ദാറ്റ് നൈറ്റ് വാസ് എ സോറഫുൾ വൺ. അങ്ങനെയാണ് ആ രാത്രി മൊത്തം ദുഃഖം നിറഞ്ഞതായി മാറി. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ, ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്. ഈ വർഷം നമുക്ക് ഒന്നും ഉണ്ടാവില്ല, ആരുമില്ല നമ്മെ സഹായിക്കാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചോളം എന്നാണ് അർത്ഥം, ചോളം. എന്നാൽ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ധാന്യവും ആവാം, അതും നമുക്ക് ഉപയോഗിക്കാം. കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ വയലാണ് കോൺഫീൽഡ്. അപ്പോൾ നെല്ലിനെയും ഗോതമ്പിനെയും മൊത്തത്തിൽ ധാന്യത്തെ കോൺ എന്ന് പറയും. പക്ഷേ ശരിക്കും കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളമാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ വർഷം മൊത്തം നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ലഞ്ചോ പറയാണ്. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ, ബട്ട് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ who lived in that solitary house there was a single hope. പക്ഷേ ആ ഏകാന്ത വീട്ടിൽ ജീവിച്ച ആ വ്യക്തികളുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? ഒരേ ഒരു പ്രത്യാശ മാത്രമേ ഉണ്ടായുള്ളൂ. ഹെൽപ്പ് ഫ്രം ഗോഡ്. ദൈവം നമ്മെ രക്ഷിക്കും, ദൈവം നമ്മെ സഹായിക്കും. ഓൾ ത്രൂ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ഗോഡ്. രാത്രി മൊത്തം ലെഞ്ചോ ഒരൊറ്റ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, ദൈവം എന്ന പ്രത്യാശ, ദൈവം എന്ന പ്രതീക്ഷ മാത്രമേ ലെഞ്ചോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ.
നോക്കൂ കൂട്ടുകാരെ, അടുത്ത ഭാഗം അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വന്നേക്കാണല്ലേ. പോസ്റ്റ് ഓഫീസ്. എന്തിനാണോ പോസ്റ്റ് ഓഫീസ്? നമ്മുടെ ടൈറ്റിൽ എന്താണ്? ലെറ്റർ ടു ഗോഡ് എന്നാണ് കേട്ടോ. അപ്പോൾ കത്തെഴുതാൻ സാധ്യതയുണ്ട്. ആർക്കാണ് കത്തെഴുതുന്നത്? ദൈവത്തിന്. ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് എൻ അനിമൽ ഇൻ ദ ഫീൽഡ്. വയലിൽ ഒരു മൃഗത്തെ പോലെ കഠിനമായി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ലെഞ്ചോ. സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. എങ്കിലും ആൾക്ക് എഴുത്തും വായനയ്ക്ക് അറിയാം. കണ്ടോ? അപ്പോൾ ജ്ഞാനവുമുണ്ട്, എഴുതാനുള്ള അറിവുണ്ട്. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അടുത്ത് വന്ന ഞായറാഴ്ച, തൊട്ടടുത്ത ഞായറാഴ്ച നേരം വെളുക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു കത്തെഴുതി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ദൈവത്തിനുള്ള കത്തായിരുന്നു. ഇനി കത്ത് നോക്കാം. ഡിയർ ഗോഡ്, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. പ്രിയ ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കുടുംബവും ഞാനും പട്ടിണി കിടക്കേണ്ടി വരും ഈ വർഷം. ഐ നീഡ് 100 pesos ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ ആൻഡ് ടു ലീവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ്. എനിക്ക് 100 പെസോസാണ് ആവശ്യം. എൻ്റെ വയൽ വീണ്ടും ഉഴുതുമറിച്ച് വിത്ത് വിതയ്ക്കുന്നതിനും അതുവരെ ജീവിക്കുന്നതിനും ഞങ്ങൾക്ക് 100 പെസോസ് ആവശ്യമുണ്ട്. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ് എവറിത്തിങ് ഇസ് ലോസ്റ്റ്. താങ്കൾ അങ്ങ് അയച്ച ആലിപ്പഴ കാറ്റ് അല്ലെങ്കിൽ ആലിപ്പഴ മഴ എൻ്റെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്. പ്രതീക്ഷയോടെ ഇതാ കാത്തിരിക്കുന്നു. ആരാണ് കാത്തിരിക്കുന്നത്? ലെഞ്ചോ അല്ലേ? He wrote to God on the envelope and went to the town. ടു ഗോഡ് എന്താണ് അഡ്രസ്സ്? ടു ഗോഡ് കേട്ടോ. കവറിന് പുറത്ത് ടു ഗോഡ് എന്ന് എഴുതിയിട്ട് ടൗണിലേക്ക് പോയി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇൻ ടു ദ മെയിൽ ബോക്സ്. പോസ്റ്റ് ഓഫീസ് ചെന്നിട്ട് ഒരു സ്റ്റാമ്പ് മേടിച്ച് അതിൽ ഒട്ടിച്ചിട്ട് കക്ഷി എന്ത് ചെയ്തു? ബോക്സിലിട്ടു അല്ലേ? പോസ്റ്റ് ബോക്സിൽ ആളത് ഇട്ടു. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നോക്കൂ ലെഞ്ചോയുടെ ഒരു വിശ്വാസം. ലെഞ്ചോ കൃത്യമായി ദൈവത്തിനാണ് കത്തെഴുതി, ദൈവത്തിൻ്റെ അഡ്രസ്സ് എഴുതി. ദൈവത്തിന് പ്രത്യേകം സ്ഥലപ്പേരൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. ടു ഗോഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ അടുത്ത് എത്തുമെന്ന് ആൾക്ക് നല്ല ഉറപ്പുണ്ട്. ആൾ കൊണ്ടുപോയി ആ പോസ്റ്റ് ബോക്സിൽ അങ്ങ് ഇട്ടു. ദ പോസ്റ്റ്മാൻ വെൻറ്റ് ടു ഹിസ് ബോസ് ലാഫിങ് ഹാർഡ്ലി. പോസ്റ്റ്മാൻ ലെറ്റേഴ്സ് എടുത്തിട്ട് സ്ഥലത്തേക്ക് സോർട്ട് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. പോസ്റ്റ്മാൻ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചിരിയായി. പോസ്റ്റ്മാൻ ചിരി സഹിക്കാൻ പറ്റണില്ല. ആളിത് എന്ത് ചെയ്തു? ആളിത് കൊണ്ടുപോയിട്ട് ആരെ കാണിച്ചു? ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. ദൈവത്തിനുള്ള ഈ കത്ത് പോസ്റ്റ് മാസ്റ്റർ കാണിക്കുകയാണ് കേട്ടോ. പോസ്റ്റ് മാസ്റ്റർ ഓൾസോ ബ്രോക്ക് ഇൻ ടു അ ലോ. പോസ്റ്റ് മാസ്റ്റർ ഇത് കണ്ട് ആകെ ചിരിച്ചുപോയി. ആളാകെ പൊട്ടിച്ചിരിച്ചു പോയി. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പക്ഷെ പെട്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ വളരെ ഗൗരവത്തിലായി, ഭയങ്കര സീരിയസ് ആയിട്ടോ. വാട്ട് ഫെയ്ത്ത്! എന്തു വിശ്വാസമാണത്! ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ഈ കത്തെഴുതിയ വ്യക്തിയുടെ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പോസ്റ്റ് മാസ്റ്റർ പറയാണ്, ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു കറസ്പോണ്ടൻ്റായിട്ട് വർത്തിച്ചാലോ എന്ന് ചിന്തിച്ചു പോവാണ്. ദൈവത്തിനും ലെഞ്ചോയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒന്ന് വർത്തിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്റർ ഒരു ആശയം കൊണ്ടുവന്നു. സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും ലെഞ്ചോയ്ക്ക് ഒരു മറുപടി കത്ത്. ബട്ട് ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ലെഞ്ചോയ്ക്ക് ഒരു കത്തല്ല വേണ്ടത്. കത്തിൽ ഒരു കത്ത് എഴുതാനായിട്ട് നമുക്കൊരു മഷിയും ഒരു പേപ്പറും ഒക്കെ തന്നെ വേണ്ടത്. ഈ കത്തിനുള്ള ഒരു മറുപടി കത്തല്ല ലെഞ്ചോ ആഗ്രഹിക്കുന്നത്. ഹീ ടുക്ക് എ കളക്ഷൻ ഫ്രം ദി എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസിൽ നിന്നും, ജോലിക്കാരിൽ നിന്നും അദ്ദേഹം ഒരു കളക്ഷൻ എടുത്തു. ഹീ ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹി സാലറി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് ശമ്പളത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു?
അപ്പം ലഞ്ചോയ്ക്ക് വേണ്ടത് എന്താണെന്ന് പോസ്റ്റ് മാസ്റ്റർ മനസ്സിലാക്കി. കാശാണ് വേണ്ടത് അല്ലേ. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗെദർ 100 പെസോസ്. പക്ഷേ അദ്ദേഹത്തിന് 100 പെസോസ് ഒപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി 70 പെസോസ്. ലഞ്ചോയ്ക്ക് 70 പെസോസ് ആണ് ഇദ്ദേഹത്തിന് അയക്കാനായിട്ട് സാധിച്ചത്. ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ലഞ്ചോ. ലഞ്ചോയുടെ അഡ്രസ്സ് എഴുതി കാശ് എന്ത് ചെയ്തു, കവറിലിട്ട് അയച്ചു. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. അതിൻ്റെ ഒപ്പം ഒരു കത്തും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഗോഡ് എന്നുള്ള ഒരു ഒപ്പ് മാത്രമേ ആ കത്തിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂട്ടുകാരെ നോക്കൂ, ഗോഡ് റിപ്ലൈസ്. ദൈവം മറുപടി പറയുന്നു. ദൈവത്തിൻ്റെ മറുപടി എങ്ങനെയാണ് ലഞ്ചോ എടുത്തതെന്ന് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഡേ ലഞ്ചോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. സാധാരണയേക്കാൾ നേരത്തെ ലഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് എത്താണ്. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. തനിക്കൊരു കത്തുണ്ടോ എന്ന് ലഞ്ചോ പോസ്റ്റ്മാനോട് ചോദിക്കുകയാണ്. പോസ്റ്റ്മാൻ ഹാൻഡ് എ ലെറ്റർ ടു ഹിം. അവിടെ എഴുതി വെച്ചിരുന്ന ആ കത്ത് പോസ്റ്റ്മാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. പോസ്റ്റ് മാസ്റ്റർ പതുക്കെ തൻ്റെ ഓഫീസിലിരുന്ന് വാതിൽ തുറന്ന് പതുക്കെ ഇങ്ങനെ ഇദ്ദേഹത്തെ നോക്കിയിട്ടോ. അപ്പോൾ ലഞ്ചോ എന്ത് ചെയ്തു, ലഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ലഞ്ചോ തുറന്നു നോക്കിയപ്പോൾ 70 പെസോസ് കണ്ടു. ലഞ്ചോയുടെ മുഖത്തൊരു ഭാവവ്യത്യാസവും പോസ്റ്റ് മാസ്റ്റർ കണ്ടില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ് ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. അത്രയ്ക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ലഞ്ചോയ്ക്ക്. ഉറപ്പായിട്ടും ദൈവം കാശ് അയക്കുമെന്ന് ലഞ്ചോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ലഞ്ചോ കാശ് എണ്ണുമ്പോൾ ലഞ്ചോയുടെ മുഖത്തെ ഭാവം പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിച്ചു. ഹീ ബിക്കെയിം ആംഗ്രി. ലഞ്ചോ ദേഷ്യത്തിലാവുന്നതാണ് പോസ്റ്റ് മാസ്റ്റർ കണ്ടത്. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവം ദൈവത്തിന് ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ദൈവം 100 പെസോസിന് പകരം 70 പെസോസ് അയക്കാനായിട്ട് ഒരു വിധത്തിലും സാധ്യതയില്ല. ഇമ്മീഡിയറ്റ്ലി ലഞ്ചോ വെൻറ്റ് അപ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. പെട്ടെന്ന് തന്നെ ലഞ്ചോ എന്ത് ചെയ്തു, ആ ജനലിൻ്റെ അടുത്ത് ചെന്നിട്ട്, പോസ്റ്റ് ഓഫീസിലെ ജനലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പേപ്പറും പേനയും തരുമെന്ന് ചോദിച്ചു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അവിടെ ആളുകൾക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട്, ടേബിളുണ്ട്, അവിടെ വെച്ചിട്ട് എഴുതാം. അവിടെ ഇരുന്ന് ലഞ്ചോ എഴുതി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എഴുതി കഴിഞ്ഞപ്പോൾ ആൾ എന്തായാലും സ്റ്റാമ്പ് ഒട്ടിക്കും. സ്റ്റാമ്പ് മേടിച്ചു. സ്റ്റാമ്പ് മേടിക്കാനായിട്ട് ജനലിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് മേടിച്ചു. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ ഫിക്സഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് ദ തമ്പ് ഓഫ് ഹിസ് ഫിസ്റ്റ്. എന്നിട്ട് ആ നാവ് കൊണ്ട് സ്റ്റാമ്പുമേ തുപ്പലമാക്കിയിട്ട് സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ്, അമർത്തി ഒട്ടിക്കുകയാണ് കേട്ടോ. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ്. എന്നിട്ട് ആൾ എന്ത് ചെയ്തു, ആ ബോക്സിൽ കൊണ്ടിട്ടു. ദ പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ടു ഓപ്പൺ ഇറ്റ്. ഇത് വീണ ഒപ്പം തന്നെ പോസ്റ്റ് മാസ്റ്റർ ഓടിച്ചെന്നത് എടുത്തു. നോക്കൂ കൂട്ടുകാരെ, കത്തിലെഴുതിയിരിക്കുന്നത് മേഴ്സിഫുൾ ഗോഡ്, ദയാനിധിയായ ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 പെസോസ് റീച്ച്ഡ് മീ. ഞാൻ ആവശ്യപ്പെട്ട കാശിൽ 70 പെസോസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. ബാക്കിയും കൂടെ എനിക്ക് എത്രയും വേഗം അയച്ചു തരൂ, കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടിലാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ പോസ്റ്റ് വഴി എനിക്കത് അയക്കല്ലേ. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. കാരണം ഈ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ അത്ര നല്ലവരൊന്നല്ല, അവർ കള്ളന്മാരാണ് എന്നാണ് ലഞ്ചോ പറയുന്നത്. ലഞ്ചോ എന്ന് ഒപ്പിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇതായിരുന്നു മറുപടി കത്ത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ ലെറ്റർ ടു ഗോഡ്? ഗ്രിഗോറിയോ ലോപ്പസ് ഫ്യൂണ്ടസിൻ്റെ ഈ ലെറ്റർ ടു ഗോഡ് എന്നുള്ള സ്റ്റോറിയിൽ അപ്പടി ട്വിസ്റ്റുകളാണ് അല്ലേ. ആ അതിമനോഹരമായിട്ടുള്ള കത്താണ്, മറുപടി കത്താണ്, അല്ലെങ്കിൽ ദൈവത്തിനുള്ള കത്തുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. പാഠഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.